ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സരയു രൂപേനെ വിളിക്കാട്ടോ. ഹലോ ആന്റി, അച്ഛനോട് വന്നിട്ട് വളരെ വിഷമത്തോടെ തിരിച്ചു. എന്താ ആന്റിയുടെ സംഭവിച്ചത്? അത് അത് നിനക്ക് എന്താടി? എടീന്നോ? ആന്റി എന്താടി ഇങ്ങനെയൊക്കെ സംസാരിക്കണം ആന്റി? പിന്നെ നിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടത്? എടീന്ന് പോലും ശരിക്കും നിന്നെ പറഞ്ഞാൽ നിന്നെ വിളിക്കാൻ പാടില്ല. അതെ, നിന്റെ അച്ഛനെ എന്നോട് ചെയ്ത ക്രൂരതകളൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞു തരണോ? എല്ലാം നിനക്ക് അറിയായിരിക്കുമല്ലോ. എന്റെ ഭർത്താവിനും എന്നെ 25 വർഷമാണ് തെറ്റിദ്ധരിപ്പിച്ച് അയാൾ മാറ്റി നിർത്തിയത്. അയാൾ ഒരു പാവ സ്ത്രീ, പാവപ്പെട്ട സംസാരിക്കാൻ പറ്റാത്ത ഒരു താരാന്ന് പറഞ്ഞ സ്ത്രീനെ പ്രണയം നടിച്ച് നശിപ്പിച്ച് കൊന്ന് ഗർഭിണിയാക്കിയിട്ട് അത് പാവപ്പെട്ട എന്റെ ചന്ദ്രസേനൻ ചേട്ടന്റെ തലയിൽ കെട്ടിവെച്ചു. എന്നിട്ട് അയാൾ വേറെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചു. അത് പോരാണ്ട് അയാൾ എന്റെ ജീവിതം കൂടി നശിപ്പിച്ചു. ഇത് നിന്റെ അച്ഛൻ എങ്ങാനും ഈ പരിസരത്ത് കണ്ട ഞാൻ മീൻ വരിഞ്ഞ് മുറുകണ പോലെ അയാളെ വരിച്ച് എറിയും ഞാൻ, ഉപ്പുമുളകും തേക്കും ഞാൻ എന്നൊക്കെ പറയാണ്. ആന്റി തന്നെയാണ് ഈ പറയുന്നത്. അതേടി ആന്റി തന്നെയാ. അയാൾക്ക് മാത്രല്ല, നിങ്ങൾ എന്റെ വീടിന്റെ പരിസരത്ത് പോലും കണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രൂപ ഫോം വെക്കുവാണ്. എന്താ മോളെ അവൾ പറഞ്ഞത് എന്ന് ഷാരു ചോദിക്കുമ്പോ, അമ്മക്ക് ഞാൻ പറഞ്ഞു കേൾപ്പിക്കണോല്ലേ, ആന്റിക്ക് സത്യങ്ങളെല്ലാം മനസ്സിലായി. അത് തന്നെ മാത്രല്ല, അച്ഛനാണ് ആ താരാന്ന് പറഞ്ഞ സ്ത്രീയെ നശിപ്പിച്ചെന്ന് അവര് പറയണത്. ആ രൂപ എന്ന് പറഞ്ഞ സ്ത്രീ. അതൊരിക്കലും ശരിയല്ല മോളെ. അത് നിന്റെ അച്ഛനൊന്നല്ല, അത് ചന്ദ്രസേനൻ തന്നെയായിരിക്കും. അതെന്താ അമ്മക്ക് ഇത്ര ഉറപ്പ് എന്ന് ചോദിക്കുമ്പോ, ഒരിക്കലും നിന്റെ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല മോളെ എന്ന് പറയാണ്. അമ്മ ആരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കണത്? അച്ഛൻ തന്നെയായിരിക്കും അതിന് പിന്നിലെന്ന് എനിക്കിപ്പോ നല്ല സംശയമുണ്ട് എന്ന് പറഞ്ഞിട്ട് സരി അവിടുന്ന് എഴുന്നേറ്റ് പോകുവാണ്. ആ സമയത്ത് ഷാരി മനസ്സിൽ വിചാരിക്കണം, ഈശ്വര എന്റെ മോള് സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയോ? പതുക്കെ പതുക്കെ എല്ലാരും സത്യങ്ങൾ മനസ്സിലാക്കുകയാണല്ലോ. താരേനെ ഉപദ്രവിച്ചതും താരനെ ഗർഭിണിയാക്കിയതും രാഹുലാണെന്നുള്ള സത്യം എല്ലാരും മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. ഇനി നാളെ അവളുടെ അമ്മ ഞാനല്ലാതെ കൊണ്ട് മനസ്സിലാക്കിയതിനെ എല്ലാം പൂർത്തിയായി. അവൾ എന്നെ വിട്ടുപോകും. പിന്നെ ഞാൻ എന്തിനാ ഈശ്വര ജീവിക്കുന്നത് എന്നൊക്കെ ഷാരി ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കാട്ടോ. ശേഷം രൂപ ഫോം വെച്ച് കഴിയുമ്പോഴേക്കും കല്യാണി വന്ന് ചോദിക്കണ്ട്, ആരാ അമ്മ വിളിച്ചത്? ആര്? അവളാ വിളിച്ചത്. ആ സരു. അവളുടെ അച്ഛൻ എന്താ സംഭവിച്ചത് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഞാൻ പറഞ്ഞു, ഇനി പരിസരത്ത് കണ്ട നിന്റെ അച്ഛനെ നന്നായിട്ട് മീൻ വെട്ടണ പോലെ വെട്ടുമെന്ന്. അത് തന്നെ നന്നായമ്മേ. എന്തായാലും അമ്മക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായെന്ന് അവർക്ക് മനസ്സിലായല്ലോ. ഇനി അവരുടെ വിളച്ചിലും കാര്യങ്ങളൊന്നും ഇനി അമ്മയെടുത്ത് നടക്കില്ല. ഇനി പേടിച്ച് ജീവിക്കാൻ വയ്യ മോളെ. ഇനി വയസ്സാം കാലത്തെങ്കിലും മനസ്സമാത്രം ജീവിക്കണ്ടേ? ആഹാ, ആരാ പറഞ്ഞത് അമ്മക്കും അച്ഛനും വയസ്സായെന്ന്? അമ്മ അച്ഛനും ഇനി 100 വർഷം ജീവിക്കും. കല്ലുമോന്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടേ അമ്മ അച്ഛൻ ഞങ്ങൾ പറഞ്ഞു വിടുള്ളൂ. മോളെ അത്രയൊക്കെ വേണോ? എല്ലാവരും വലുതായിട്ട് എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാതെ കണ്ടാ മതി എനിക്കും ചന്ദ്രേട്ടനും. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ മരണത്തിലേക്കും പോവുള്ളൂ എന്ന് പറയുമ്പോ ചന്ദ്രസേനൻ പറയണ്ട, ആഹാ തനത് ഉറപ്പിച്ചോടോ, പിന്നല്ലാതെ മരണത്തിലും എനിക്ക് ചന്ദ്രേട്ടന്റെ കൈ പിടിച്ച് മരിക്കണം എന്ന് പറയാണ്. അങ്ങനെ മരണത്തിന്റെ കാര്യം പറയലിടും. നമുക്ക് ഇനി ഒരുപാട് നാള് നമ്മുടെ മക്കളുടെ മരുമക്കളുടെ കൊച്ചുമക്കളുടെ ഇവിടെ ജീവിക്കേണ്ടതല്ലേ? അതെ എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം പ്രകാശനാണെങ്കിൽ ആകെ നാണം കിട്ടണം. മക്കളെ, ഒരു നാരങ്ങ വെള്ളം മേടിക്കാൻ പോലും കയ്യിൽ പൈസ ഉള്ളോടാ. അതെ, ആകെയുള്ള ഒരു കുറച്ച് പൈസയേ ഉള്ളൂ. അത് ഈ മാസത്തെ വാടക കൊടുക്കേണ്ട പൈസയാണ്. ആ സാരി തന്ന പൈസയിൽ കുറച്ച് പൈസ. എടാ മക്കൾ, നീ എന്തെങ്കിലും ജോലിക്ക് പോടാ. എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ ആയത് കൊണ്ടിട്ടാണ് എന്ന് പറയുമ്പോഴേക്കും, അച്ഛനറിയാലോ എനിക്ക് ജോലിക്ക് പോകാണെന്ന് വയ്യ. പിന്നെ ഏതെങ്കിലും ജോലി ഞാൻ നോക്കട്ടെ. കൂട്ടുകാരന്മാരെ വിളിച്ചിട്ടുണ്ട്. ഏത്? ആ മോഷണമായിട്ട് നടക്കണവന്മാരെയോ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അച്ഛാ? നീ മോഷണത്തിനൊന്നും പോകണ്ട, പിടിച്ചുവർക്ക് മോഷണത്തിനൊന്നും പോകണ്ട. എനിക്കെന്ത് സംഭവിച്ചാലും നിനക്കൊന്നും സംഭവിക്കരുത്. ആ ചന്ദ്രസേനൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നിന്നെ വെള്ള പുതപ്പിച്ച് കിടത്തില്ല, പക്ഷെ നിന്റെ തലയുടെ അടുത്തിരുന്ന് ഞാൻ കരയൂന്ന്. അതിനർത്ഥം എന്താ? നിന്റെ കൈയും കാലൊക്കെ തളർത്തി കൊടുത്തി കിടക്കുമെന്ന് അതിന്റെ അർത്ഥം. അതുകൊണ്ട് നീ ഒന്നും പോകണ്ട. പോയിക്കാൻ നിനക്ക് ഇതിനെ പറ്റിക്കാൻ ഈ അച്ഛന് സഹിക്കില്ല. ഓണത്തെ കാര്യം നമ്മുടെ അമ്മ നമ്മളെ വിട്ടുപോയി. ഇപ്പൊ കല്യാണിയുടെ പാട്ടും പാടി നടക്കുവാണ് അമ്മ. പക്ഷെ നിന്നെ വിട്ടുകളയാൻ ഞാൻ സമ്മതിക്കടാ. എന്റെ ജീവിതാവസാനം വരെ എനിക്ക് നിന്നെ കൺമുമ്പിൽ തന്നെ കാണണം. അച്ഛൻ രണ്ടു പറഞ്ഞ എന്ത് ചെയ്യും? നമുക്ക് ജീവിക്കണ്ടേ അച്ഛാ? ഭക്ഷണം കഴിച്ച് ജീവിക്കണ്ടേ? ഇതാണ് വഴി. നമുക്ക് ആലോചിക്കാം. എന്തായാലും ആ രാഹുലിനെ ഞാൻ വെറുതെ വിടില്ല. അയാളെ നേരിട്ട് പോയി ഞാൻ കാണുന്നുണ്ട്. രണ്ടു വർത്താനം സംസാരിക്കുന്നുണ്ട്. അച്ഛാ നേരിട്ടൊന്നും പോയി കാണണ്ട. അയാൾക്ക് ചെറിയ മെന്റലൊക്കെ ഉണ്ടെന്നാണ് എല്ലാവരും പറയണത്. ചിലപ്പോ കയ്യിൽ കിട്ടുന്ന എന്താന്ന് പറയാൻ പറ്റില്ല. അത് വെച്ച് നമ്മളെ കുത്തിക്കഴിഞ്ഞാലേ അയാൾക്ക് കേസ് പോലും ആവില്ല. അറിയാലോ, ഭ്രാന്തന്മാർക്ക് എന്തും ചെയ്യാം. അതുകൊണ്ട് അച്ഛൻ എന്തായാലും അവിടേക്ക് പോകണ്ട എന്ന് പറയാണ്. എന്നൊരു കാര്യം ചെയ്യാം, ഫോൺ വിളിച്ച് പറയാടാ. ഫോൺ വിളിച്ചോ അച്ഛൻ എന്ന് പറയാണ് വിക്രം. അങ്ങനെ പ്രകാശൻ നമ്മുടെ രാഹുലിനെ ഫോൺ വിളിക്കാട്ടോ. ഹലോ, എന്താണ് പ്രകാശ? എടാ, നീ എന്നാലും നല്ല പണി തന്നെയാ എനിക്ക് തന്നത്. എന്നാലും ഒരു കാര്യത്തിൽ എനിക്കൊരു സമാധാനം ഉണ്ട്. നിനക്കും തിരിച്ചു കിട്ടിയാലോ? അതേടാ, എനിക്കും കിട്ടി. നിനക്കും കിട്ടിയാലോ? കിട്ടി. എടാ, നമുക്കിത് വെറുതെ വിട്ടാ പറ്റില്ല. ആ ചന്ദ്രസേനന് രൂപയും കല്യാണി കിരണൊക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് സന്തോഷിക്കുക. അവർക്ക് എല്ലാം കൈവെള്ളലായതിന്റെ സന്തോഷം. അത് അവസാനിപ്പിക്കണ്ട പ്രകാശ്. ഞങ്ങൾക്ക് അത് അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എടാ, നമുക്ക് 3 പേർ കൂടി ഒരുമിച്ച് നിന്നാലേ ഇനി കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റുള്ളൂ. ഞാനും നീയും നിന്റെ മോനും നമ്മളും കൂടി 3 പേര് ഒരുമിച്ച് നിന്ന് ആ ചന്ദ്രസേനെ മാത്രമല്ല, എന്റെ പെങ്ങളെന്ന് പറഞ്ഞ അവളെയും അതുപോലെ തന്നെ ആ കിരണിനെയും കല്യാണിനെയും എല്ലാത്തിനെയും ഒരുമിച്ച് ഇല്ലാതാക്കണം. ശരി, നിങ്ങൾ ഞങ്ങളെ ചതിക്കില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കാം എന്ന് പ്രകാശം പറയാണ്. എടാ ഇല്ലടാ, ഞാൻ ചതിക്കില്ലടാ എന്നൊക്കെ പറയാട്ടോ.
ശരിയെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം എന്നൊക്കെ പ്രകാശമായിട്ട് ഫോം വെക്കുവാണ്. വിക്രം പറഞ്ഞിട്ട് അച്ഛൻ അയാളെ നീ വിശ്വസിക്കട്ടാ, അയാൾ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ കുറ്റം ചേർത്തിട്ട് ഓടിക്കഴിഞ്ഞ കേസാണ് അയാള്. എടാ മോളെ അതൊക്കെ എനിക്ക് അറിയാടാ, എന്തിലൊക്കെ സംഭവിച്ചാൽ അയാൾക്കെതിരെ തന്നെ ഞാൻ തെളിവുകൾ ഉണ്ടാക്കുള്ളൂ. പിന്നെ അയാൾ ഭ്രാന്തനായതുകൊണ്ട് വലിയ ശിക്ഷ നമുക്ക് കിട്ടാൻ പോണില്ലല്ലോ. അതെ, ഇനി അതേ നടക്കൂല അച്ഛാ. നമുക്ക് 3 പേർ കൂടി ഒരുമിച്ച് ആ കിരണിനെയും കല്യാണിനെയും ചന്ദ്രസേനെയും രൂപേനെയും ഒക്കെ ഇല്ലാതാക്കണം. അതെ, അത് തന്നെയാ വേണ്ടത് എന്ന് വിപ്രകാശനും പറയാണ്. ശേഷം കാണിക്കുന്നത് നമ്മുടെ മനോഹരനെയാണ്. ഒരു 10 പൈസ കയ്യിലില്ല കേട്ടോ. ഇനി എന്ത് ചെയ്യും? ആ സനലിനെ എങ്ങനെ വിളിക്കാം? നമ്മുടെ സനലിനെ വിളിക്കാനെടാ. ഒന്നും തടഞ്ഞില്ലടാ സരൂവിന്റെ വീട്ടിൽ നിന്ന്. ഒരു രക്ഷയില്ലാണ്ട് അവിടെ ഓടി രക്ഷപ്പെട്ടത്. പിന്നെ അവന്റെ അച്ഛന്റെ മാരകമായിട്ടുള്ള ആയുധ പ്രയോഗം ഉണ്ട് ഇപ്പൊ. എടാ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ താടാ. എന്തെങ്കിലും എവിടുന്നാടാ പൈസ എന്ന് ചോദിക്കുകയാണ്. നീ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ വലയിട്ട് പിടിക്കടാ. ഒരു അന്തിനെ വലയിട്ട് പിടിക്കാനും പറ്റില്ല. ആ കിരണിനെ കല്യാണിന്റെ ശല്യം കാണും, ആരെയും വലയിട്ട് പിടിക്കാൻ പറ്റില്ല. നീ ഒന്ന് ശ്രമിച്ചു നോക്കടാ, പറ്റും എന്നൊക്കെ പറയാണ്. അങ്ങനെ മനോഹർ നോക്കുമ്പോഴേക്കും ഒരു സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിനെ കാണുവാട്ടാ. എടാ മനുവെ നോക്കടാ, നല്ല സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി ഇതേ നിന്നെ അന്വേഷിച്ച് നിന്റെ അടുത്തേക്ക് വരുന്ന പോലെ. കൊള്ളാരോടെ പെണ്ണ് എന്ന് പറഞ്ഞിട്ട് മനോഹർ അടുത്തേക്ക് പോവാണ്. അങ്ങനെ നമ്മുടെ പെണ്ണിന്റെ വേഷം കെട്ടിയ ആണായിട്ടുള്ള ജിഷ്ണു ആണ് കേട്ടോ. ഹായ് ചേട്ടാ, എനിക്കൊന്ന് ഫോൺ തരാവോ, അത്യാവശ്യമായിട്ട് ഫോൺ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹറിനെ അങ്ങോട്ട് പോയി മുട്ടുവാട്ടോ. അങ്ങനെ മനോഹർ ഫോണൊക്കെ കൊടുക്കണ്ട. അങ്ങനെ പതുക്കെ ആ പെണ്ണായിട്ട് മനോഹർ അടുക്കുവാട്ടോ. അപ്പൊ അവരുടെ പേര് മോഹിനി എന്നാണ് പറയണത്. മനോഹർ പറഞ്ഞത് എന്റെ പേര് മനോഹരൻ എന്നാണ്, മനോഹരൻ മോഹിനി, നല്ല ചേർച്ച പേരിൽ തന്നെ എന്നൊക്കെ പറയാണ്. അങ്ങനെ പതുക്കെ അവർ അടുക്കാണ്. മനോഹരനെ ഊറ്റിക്കൊണ്ടേ ഇരിക്കാട്ടോ. കാരണം മനോഹരനെ മാക്സിമം ഊറ്റിയിട്ട് മനോഹരനെ പോലീസിലേക്ക് പിടിച്ചു കൊടുക്കുക. ഇയാളുടെ ഇനി ആരെയും ചതിക്കരുത് എന്ന രീതിയിലാണ് അവര് വരുന്നത്. പക്ഷെ ഈ പെണ്ണെന്ന് പറഞ്ഞത് നമ്മുടെ മനോഹർ ചതിച്ച പെണ്ണിന്റെ ആങ്ങളെയും അതുപോലെ തന്നെ മനോഹർ ചതിച്ച പെണ്ണുങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു പണി കൊടുക്കുന്നതാണ് കേട്ടോ. മനോഹറിന് ഇതൊന്നും തന്നെ അറിഞ്ഞൂടാ. മനോഹറാണെങ്കിൽ ഹാവോ തനിക്കൊരു സുന്ദരി പെണ്ണിനെ കിട്ടി, ഇനി ഇവളുടെ കയ്യിൽ നിന്ന് പണവും സ്വത്തും എല്ലാം അടിച്ചു മാറ്റിട്ട് വല്ല വിദേശ രാജ്യത്തും പോണം, ഇനി ഒരിക്കലും ഈ നാട്ടിലേക്ക് വരാനേ പാടില്ല, വിദേശ രാജ്യത്ത് പോയിട്ട് അടിച്ചു പൊളിക്കണം, സരയോ കിരണോ കല്യാണിയോ ആരാച്ചാ എന്താച്ചാ ആയിക്കോട്ടെ, ഞാൻ ഒരിക്കലും ഇവിടെ വരില്ല. പക്ഷെ എന്റെ മോള് കുഞ്ഞാറ്റ, അവളുടെ മുഖം എനിക്ക് മറക്കാൻ പറ്റുന്നില്ലല്ലോ ഈശ്വര, അത് മാത്രം എന്താ അങ്ങനെ, അത് മാത്രം ഒരു പ്രശ്നമായിട്ട്, കുഴപ്പമില്ല പതുക്കെ മറന്നു വരും എന്നൊക്കെ പറയാണ്. അങ്ങനെ നമ്മുടെ കിരണും കല്യാണി നോക്കുമ്പോ മനോഹർ ഒരു പുതിയ പെണ്ണിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുവാട്ടോ. കല്യാണി നോക്കിക്കെ, മനോഹറിന് ഒരു പുതിയ കേസ് കിട്ടി തോന്നുന്നു, ഇവൻ ഇത് വിടുന്ന കേസില്ലല്ലോ എന്ന് പറയുമ്പോ കല്യാണി പറയണ്ടേ, അല്ല കിരണിട്ട ആ പെണ്ണിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ, അത് പെണ്ണ് തന്നെയാണോ? ശരിയാണല്ലോ കല്യാണി, ഇത് പെണ്ണല്ല. അപ്പൊ മനോഹറിന് ആരോ പണി കൊടുക്ക. പക്ഷെ ആ പോട്ടരെ അത് മനസ്സിലായിട്ടില്ല. അതെങ്ങനെ മനസ്സിലാവാ? പെണ്ണുങ്ങളെക്കാളും ആശ്ചര്യപ്പെടുത്തുന്ന ഭംഗിയും അതുപോലെ തന്നെ നല്ല ശരീരവടിവാണല്ലോ ആ പുള്ളിക്കാരന്. അതുകൊണ്ട് മനോഹറിനെ പോലത്തെ ഫ്രോഡിനെ മനസ്സിലാവാത്തത്. അതെ, എന്തായാലും അവന് നല്ലൊരു പണി കിട്ടുന്നുണ്ട്, അവനെ കിട്ടിക്കോട്ടെ കല്യാണി, ഇതൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് കിരണും കല്യാണിയൊക്കെ പറയാട്ടോ. എന്തായാലും നല്ല അടിപൊളി ഭാഗമാണ് ഇന്ന് വരാൻ പോണത്. ജിഷ്ണു വരാൻ പോണ ഭാഗമായതുകൊണ്ടായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് ഡിലേ ആണ് കേട്ടോ. ഒറിജിനൽ എപ്പിസോഡ് ഇതുവരെ വന്നിട്ടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.